ബിഗ് ബോസ് മലയാളം സീസൺ 6. ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ജിൻഡോയെ കുറിച്ച്, ഒരു വോയിസ് ക്ലിപ്പ്. അത് ജിൻഡോയുടെ ഫാൻസ് ചെയ്യുന്നതോ PR ചെയ്യുന്നതോ ഇതൊന്നും നമുക്കറിയത്തില്ല. അപ്പം ആ ഇതിട്ട് കഴിഞ്ഞപ്പോൾ അതിന് താഴെ വന്ന കമന്റ് എന്ന് വെച്ചാൽ ആ കമന്റുകൾക്കുള്ള മറുപടിയായിട്ടാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, അവർ കൂടുതൽ അതിനകത്ത് വന്നിരിക്കുന്ന കമന്റ് എന്ന് വെച്ചാൽ, ഇത് ഒരാൾ പറയുന്നത് ഞാൻ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്ത് ഇട്ടതാണെന്ന് അറിയതേ ഇല്ലെന്ന് വെച്ചാൽ, ഈ വോയിസ് ക്ലിപ്പ് ഞാൻ ഉണ്ടാക്കി ഇട്ടതാണെന്നുള്ളത്. പിന്നെ എൻ്റെ മാമൻ്റെ മക്കളാണല്ലോ ബാക്കിയുള്ളവരെന്നെ അവിടെ കളിക്കുന്നത്, അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടേ ഞാനങ്ങ് ചെയ്തതാണ്. അതിനകത്ത് വേറൊരു കമന്റ് വന്നത്, നിങ്ങളത് കൃത്യമായിട്ട് വിലയിരുത്താതെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുതരുന്നത് കണ്ടിട്ട് നിങ്ങൾ ഇട്ടതാണെന്ന്. ഈ ഫാനിസം തലയ്ക്ക് പിടിച്ചാലേ ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാനിത് പറയേണ്ടാന്നിരുന്നതാണ്, പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് ജെന്യുവനായ കേസാണ്. ജെന്യുവനായിട്ട് ആ കോഴിക്കോട് ആ ഹോസ്പിറ്റലിൽ ഇത് നടന്നതാണ് 100%. അത് ഞാൻ അന്വേഷിച്ച് കൃത്യമായി എനിക്ക് ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. അത് ജിൻഡോ, അകത്തിരിക്കുന്ന ജിൻഡോ അറിഞ്ഞുകൊണ്ടൊന്നും അല്ലായിരിക്കാം, ഫാനായിരിക്കാം. ചിലപ്പോൾ അവർക്ക് ജയിക്കണം, വെളിയിൽ ഞങ്ങൾക്ക് ജയിക്കണം. അപ്പം നിങ്ങൾ ഏത് രീതിയിൽ വോട്ട് പിടിച്ചാലും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല ഇതൊന്നും. വോട്ട് എന്ന് പറയുന്നത് ആർക്കും നേടാം, ഏത് രീതിയിൽ നേടുന്നു അത് അവരുടെ എല്ലാം ഇഷ്ടം. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു വോയിസ് കിട്ടി, ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്, അതിനെപ്പറ്റി എനിക്ക് ഇന്നലെ രാത്രി കിട്ടിയതാണിത്. ഇതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ച് ഇന്ന് ഉച്ച വരെ ഞാൻ അത് അന്വേഷിച്ച് അത് ക്ലിയർ ചെയ്തിട്ട് മാത്രമാണ് ഞാൻ ഈ വോയിസ് ഇട്ടത്. ഞാൻ ആ വോയിസ് ഇവിടെ കൊണ്ട് ഇട്ടത്. അല്ലാതെ എനിക്ക് ഉണ്ടാക്കിയിടേണ്ട ആവശ്യമോ അല്ലെങ്കിൽ എനിക്ക് ഒരാളെ പറ്റി മോശമായിട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യമോ ഇല്ല. നിങ്ങൾക്ക് ഈ ചാനലിൽ നോക്കി അറിയാം, നമ്മളങ്ങനെ ആരെയും മോശമായിട്ടൊന്നും ചിത്രീകരിച്ചിട്ടില്ല. പിന്നെ പലരും പറയുന്നുണ്ട് ജിൻഡോയ്ക്ക് ഞങ്ങൾ വീട്ടമ്മമാരാണ്, ഞങ്ങൾ ഇന്നതാണ്, ഞങ്ങൾ ജിൻഡോ ഷോ കണ്ടാണ് വോട്ട് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു. അയ്യോ, നിങ്ങൾ വോട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് തന്നെ വോട്ട് ചെയ്യണം. ഞാൻ അല്ലാതെ ആർക്കും വോട്ട് കൊടുക്കണമെന്നോ ആരെയും ഡീഗ്രേഡ് ചെയ്യാനോ വേണ്ടിയല്ല ഞാൻ ആ വോയിസ് ക്ലിപ്പ് ഇവിടെ കൊണ്ടിട്ടത്. ഇങ്ങനൊരു സംഭവം നടന്നു, അത് നടന്നത് എനിക്ക് 100% ജെന്യുവൻ ആണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് കൊണ്ടിട്ടത്. അങ്ങനെ വോട്ട് പിടിക്കില്ല എന്ന് പറയാൻ പറ്റും. എല്ലാ ഫാൻസുകാരും ചെയ്യുന്ന, ഇത് ഒരാൾ മാത്രമൊന്നുമല്ല, പല ഫാൻസുകാരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണിത്. ക്യാഷ് കൊടുത്ത് വാങ്ങിയാൽ എന്താ, അത് വാങ്ങി വോട്ട് ചെയ്യുന്നവർ ചെയ്യട്ടെ. ക്യാഷ് ജിൻഡോയുടെ അല്ലേ, അത് തന്നെ. ക്യാഷ് കൊടുത്തിട്ട് ക്യാഷ് വാങ്ങിയിട്ട് വോട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവർ ചെയ്യട്ടെ. നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് ഒരു വോയിസ് വെളിയിൽ വന്നു, ആ വോയിസ് നിങ്ങൾ എനിക്ക് കേൾപ്പിക്കാൻ തോന്നി, അത് ജെന്യുവൻ ആണെന്ന് തോന്നി, അതുകൊണ്ട് തന്നെയാണ് ഇത് കേൾപ്പിച്ചത്. അല്ലാതെ ഇപ്പൊ ജിൻഡോയെ ഡീഗ്രേഡ് ചെയ്യാനോ ജാസ്മീനെ ഡീഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ അർജുനെ ഡീഗ്രേഡ് ചെയ്യാനോ ആരെയും ഡീഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല ആ വോയിസ് ക്ലിപ്പ് വെളിയിലിട്ടത്. അത് ഞാൻ ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഞാനത് ജിൻഡോയെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് ഞാൻ അതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ട്, എല്ലാവരും ചെയ്യുന്നതാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. പിന്നെ ക്യാഷ് കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്നത് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ക്യാഷ് കൊടുത്ത് വോട്ട് വാങ്ങുന്നതിൽ എനിക്ക് താല്പര്യമില്ല, അങ്ങനെ ഒരു വലിയ ഫാനിസം ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിലിപ്പോൾ ആർക്ക് എന്ത് തോന്നിയാലും എനിക്കൊരു കുഴപ്പവുമില്ല. ഈ വോയിസ് ക്ലിപ്പ് ഫേക്ക് ആണെങ്കിലോ വെറുതെ വോയിസ് ഇട്ട് കേൾപ്പിച്ചിട്ട് കാര്യമില്ല. താങ്കൾക്ക് വേറെ പണിയില്ലേ? എന്തെങ്കിലും കേട്ടപാടെ അത് വീഡിയോ ഇടാൻ? എന്തെങ്കിലും കേട്ടപാടെ അല്ല ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഈ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നതിന് ശേഷം അന്വേഷിച്ചു. അവിടെ എനിക്കും അറിയാവുന്ന പലരും ഉണ്ട്. അവരുമായിട്ട് അന്വേഷിച്ചതിന് ശേഷം ഇത് ജെന്യുവൻ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ഇട്ടത്. 50 രൂപയ്ക്ക് വോട്ട് പിടിക്കാൻ ജിൻഡോ അംബാനിയുടെ മോനല്ലേ, ആകെ കിട്ടുന്നത് 50 ലക്ഷം, അതിൽ നിന്നും ടാക്സും പിടിക്കും. ഇത് ഏതോ ഉടായിപ്പ്. പിന്നെ കേൾക്കുന്നതെല്ലാം വെറുതെ വീഡിയോ ചെയ്യരുത്, നിങ്ങൾ സത്യാവസ്ഥ അറിഞ്ഞിട്ട് കളിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേൾക്കുന്നതൊന്നുമല്ല ഞാൻ വീഡിയോ ഇട്ടത്, ഞാനിത് സത്യാവസ്ഥ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ വീഡിയോ കൊണ്ട് ഇട്ടത്. നേരത്തെ ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ആരുടെയും ഫാനല്ല, ഞാൻ ആരുടെയും PR എടുത്തിട്ടുമില്ല. ഇതിനു മുമ്പ് ഞാൻ സിജോയുടെ ഒരു വോയിസ് ക്ലിപ്പ്, സിജോയുടെ ഇതിനിങ്ങനെ വന്നായിരുന്നു, അതും ഞാൻ അന്വേഷിച്ച് അത് കൃത്യമാണെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാൻ സിജോയുടെ വോയിസ് ക്ലിപ്പ് ഇവിടെ കൊണ്ടുവന്നിട്ടത്. ഇതിപ്പോൾ ജിൻഡോ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെന്ന് ഞാൻ പറയില്ല. ജിൻഡോ അവിടെ കളിച്ച് തന്നെയാണ് ജിൻഡോ അവിടെ കളിക്കുന്നത് കൊണ്ട് തന്നെ കുറേ ഫാൻസിനെ നേടിയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ജിൻഡോ എന്നല്ല, അവിടെ പലരും നേടിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ വെളിയിലെ കളികളാണ് ഞാൻ പറഞ്ഞത്. വെളിയിൽ ഇങ്ങനെയുള്ള കളികൾ, അത് PR ആയിരിക്കാം, ചിലപ്പോൾ ഫാൻസുകാരായിരിക്കാം. എന്താ ചെയ്തുകൂടെ? ചെയ്യുന്നതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. പിന്നെ ഞാൻ അറിഞ്ഞ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു, അതുപോലെ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. നിങ്ങൾ ഒരാളുടെ മൊബൈൽ വാങ്ങിച്ച് വോട്ട് ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ക്യാഷ് കൊടുത്ത് വോട്ട് ചെയ്യുന്നതിന് എനിക്ക് താല്പര്യമില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആരാണേലും, ഏത് ഫാനാണേലും. വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് സ്വയം ചിന്തിക്കൂ. പണം കൊടുത്ത് ഇത്രയും ആരാധകരെ വാങ്ങാൻ അദ്ദേഹത്തിന് കഴിയുമോ? ഇത്രയും സമ്പന്നനാണെങ്കിൽ എന്തിനാണ് ഈ പരിപാടിയിൽ എത്തുന്നത്? വ്യാജവാർത്തകൾ. ഓക്കെ, ഇതെന്ന് പറഞ്ഞ് ഇത് പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കണം. പണം കൊടുത്ത് ഇത്രയും ആരാധകരെ വാങ്ങാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന്. ഇത് അദ്ദേഹമല്ലല്ലോ ചെയ്യുന്നത്. വെളിയിലുള്ള, ഞാൻ ഇപ്പോഴും പറഞ്ഞ വെളിയിലുള്ള
ഫാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ PR വർക്കേഴ്സ് ആയിരിക്കാം. PR ഇപ്പോൾ പുള്ളി ഏൽപ്പിച്ചെന്ന് ഞാൻ പറയത്തില്ല, അല്ലാതെ തന്നെ PRകളുണ്ട്, ഒരുപാട് PR. ഇപ്പം പൈസ വാങ്ങിച്ച് PR ചെയ്യുന്നവരുണ്ട്, പൈസ വാങ്ങാതെ PR ചെയ്യുന്നവരുണ്ട്. ആരാധന മൂർത്ത് ഇപ്പം എനിക്കൊരാളോട് ആരാധന അങ്ങനെ കണ്ടുകെട്ടിയ ആരാധനയായിട്ട് ഞാൻ പോയിട്ട് അവർക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നതും ഒരു PR വർക്കാണ്. എൻ്റെ ഫോണിൽ നിന്നല്ലാതെ ഞാൻ മറ്റുള്ള വീടുകളിൽ പോയി അല്ലെങ്കിൽ മറ്റുള്ളിടത്ത് പോയി ഞാൻ വോട്ട് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അതും PR വർക്കാണ്. അതെല്ലാവരും ചെയ്യുന്നുണ്ട്. ജിൻഡോയ്ക്ക് പെട്ടെന്ന് വോട്ട് കൂടിയതല്ല, അയാൾക്ക് നല്ല വോട്ടുണ്ട്. അയാൾ തന്നെയാണ് ഇതുവരെ മുന്നിൽ. പിന്നിലുള്ളവർ പെട്ടെന്ന് മുന്നിലായാൽ അവരെയാണ് സംശയിക്കേണ്ടത്, തീർച്ചയായിട്ടും. അത് ഞാൻ യോജിക്കുന്നു. അതൊക്കെ മാന്യമായ കമന്റാണ്. എന്ന് വെച്ചാൽ ജിൻഡോ പെട്ടെന്ന് വോട്ട് കൂടിയാളൊന്നുമല്ല. അവിടെ പോയിട്ട് 2 ആഴ്ച നിന്ന് കുറെ ഫാൻസിനെ പുള്ളിക്ക് അന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റി. അതിനുശേഷം കുറച്ചായിട്ട് പുള്ളി ഉയർന്നു വന്ന ആൾ തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വെളിയിൽ ഇങ്ങനൊരു സംഭവം നടന്നു, അത് ജെന്യൂനാണ്. അത് ജെന്യൂനായിട്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ ഇട്ടതും. അല്ലാതെ ഞാൻ ഇത് അന്വേഷിക്കാതെയും അല്ലെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ ഒന്നുമല്ല ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പൊ അതിന് താഴെ വന്ന കമന്റുകൾക്കുള്ള മറുപടി പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ ചെയ്തത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ വേണമെന്ന് ചെയ്തു, ആർക്കോ വേണ്ടി ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള മറുപടി പറയാൻ വന്നത്. ചില പറയുന്നുണ്ട് ജാസ്മീനെ വെളുപ്പിക്കാൻ വേണ്ടി ജാസ്മീന്റെ ഫാൻ ആണല്ലോ ചേട്ടൻ എന്നൊക്കെയാ പറയുന്നത്. എൻ്റെ പൊന്നും മക്കളെ, ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ആരുടെയും ഫാൻ അല്ല. ഞാൻ ആരുടെയും PR എടുത്തിട്ടില്ല. എനിക്ക് ആരെയും PR എടുത്ത് വെളുപ്പിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ശരി എന്ന് തോന്നുന്നത് ഞാൻ നിങ്ങൾക്ക് വന്ന് പറയാറുണ്ട്. അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. പക്ഷെ നമ്മൾ ജെന്യൂനായിട്ട് ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അത് തെറ്റാണ് എന്ന് ന്യായീകരിച്ച് അതിൽ ഒരു ഇത് വരുമ്പോഴാണ് ഞാൻ അതിനുള്ള മറുപടിയുമായിട്ട് വന്നത്. നിങ്ങൾക്ക് എൻ്റെ മുന്നോട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അത് കാണാത്തവരായിരിക്കാം ചിലപ്പോൾ, കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അപ്പോഴും പറയുന്നുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്, എനിക്ക് ഈ സീസണിൽ ഒരാളെയും ഗെയിമറായി ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഒരു വോട്ട് പോലും ചെയ്യാത്തയാളാണ് ഈ നിമിഷം വരെ. ഹോട്ട്സ്റ്റാറിൽ കയറി ഒരു വോട്ട് പോലും ചെയ്യാത്തയാൾ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഈ സീസണിൽ ആരെയും എനിക്കൊരു ഗെയിമറായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ അതിൽ കുറച്ച് പേര് മുന്നോട്ട് വരുന്നുണ്ട്. അതിൽ 5 പേര് ഇപ്പോൾ ടോപ്പ് 5-ൽ വന്നിട്ടുണ്ട്. അവരിൽ ഒരാൾ ജയിക്കും. ആർക്കിപ്പോൾ കപ്പ് കൊടുത്തെന്ന് പറഞ്ഞാലും അത് ഇത്രയും പേരിൽ അർഹതയുള്ള ആർക്കാണോ അവർക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇവരാരും വലിയ ഗെയിമർ ആയിട്ട് ഇന്ന ആൾ വലിയ ഗെയിമറാണ് അതുകൊണ്ട് ഇന്ന ആൾക്ക് കൊടുക്കണമെന്നൊന്നും എനിക്ക് യാതൊരു ഒപ്പീനിയനും ഇല്ല. അവിടെ നെഗറ്റീവ് ഗെയിം കളിച്ചവരുണ്ട്, പോസിറ്റീവ് ഗെയിം കളിച്ചവരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ അതിനെ വിലയിരുത്തി ജനങ്ങൾ ആർക്കാണോ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നത് ആ ആള് ജയിക്കും. അതിനിപ്പോ ഞാൻ ജാസ്മീനെ ഒന്നും വെളുപ്പിക്കാനോ അല്ലെങ്കിൽ അർജുനെ വെളുപ്പിക്കാനോ ജിൻഡോയെ വെളുപ്പിക്കാനോ ഈ പറയുന്നത് ആരെ വെളുപ്പിക്കാനും എന്നെ കിട്ടത്തില്ല. അങ്ങനെയുള്ള റിവ്യൂവേഴ്സ് ഉണ്ടാകാം. ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ ഇതിനകത്ത് വരുന്ന കമന്റുകൾ നോക്കുമ്പോൾ എനിക്കതിനകത്ത് ഏറ്റവും ഫീൽ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ തന്നെ കൊണ്ടിട്ടതാണ് ഒരാളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി എന്നാണ് പറയുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല. കാരണം എൻ്റെ മാമൻ്റെ മക്കളോ എൻ്റെ ബന്ധുക്കളോ ഒന്നും ആ ഇതിനകത്തില്ല, ഈ ബിഗ് ബോസ് ഹൗസിനകത്തില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും പറയായിരുന്നു അവരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പുള്ളിയെ നെഗറ്റീവ് ആക്കുവാണെന്ന്. ഒരിക്കലുമല്ല. ഞാൻ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ചിന്തിച്ചിട്ടില്ല. അവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, മറ്റുള്ള ഫാൻസുകാരും കൂടി അറിയും, നിങ്ങൾ ചെയ്യൂ. ഞാൻ പറഞ്ഞത് എന്താണ്, നിങ്ങളും നോക്കിയിരിക്കേണ്ട, നിങ്ങൾക്ക് ഐഡിയാസ് ഒക്കെ കിട്ടിയല്ലോ, നിങ്ങൾക്കും ചെയ്യാമല്ലോ എന്നാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് അതിനകത്ത് താല്പര്യമില്ലായിരുന്ന ഒരു കാര്യം, ക്യാഷ് കൊടുത്ത് വോട്ട് വാങ്ങുന്നു, ക്യാഷ് കൊടുത്ത് വോട്ട് ചോദിക്കുന്നു എന്ന് പറയാൻ അത് സത്യമായ കാര്യമാണ്. ക്യാഷ് കൊടുത്ത് വോട്ട് വാങ്ങാൻ പോയി എന്നുള്ള കാര്യം അത് അവിടെ സമ്മതിച്ചില്ല എന്നൊരു സംഭവം അവിടെ നടന്നതാണ്. അപ്പം ക്യാഷ് കൊടുത്ത് വോട്ട് വാങ്ങുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ കൊടുക്കുന്നവർ കൊടുക്കും, വാങ്ങിക്കുന്നവർ വാങ്ങിക്കും, വോട്ട് ചെയ്യുന്നവർ ചെയ്യും, ചെയ്യാത്തവർ ചെയ്യാതിരിക്കും. ഏറ്റവും കൂടുതൽ വോട്ടുള്ള ആൾ ജയിക്കും. അത് ആര് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും വോട്ട് കൂടുതലുള്ളവരല്ലേ ജയിക്കൂ. അപ്പം എനിക്ക് ജിൻഡോ അടുത്തോ അർജുൻ്റെ അടുക്കലോ അല്ലെങ്കിൽ അഭിഷേകിന്റെ അടുക്കലോ ജാസ്മിന്റെ അടുക്കലോ ഈ പറയുന്ന ആരോടും എനിക്ക് പ്രത്യേക താല്പര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഇവരാരും എൻ്റെ ബന്ധുവല്ല, എൻ്റെ കൂട്ടുകാരുമല്ല, എനിക്ക് ഇവരെ ആരെയും അറിയത്തുമില്ല. പേഴ്സണൽ ബന്ധം പോലും ഇല്ല. ഒരു കൂട്ടുകാരൻ മുഖേനയുള്ള ബന്ധം പോലും എനിക്ക് ഇവരുമായിട്ട് ആരുമായിട്ടും ഇല്ല. അങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് കൊണ്ട് വെളുപ്പിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൃത്യമായിട്ട് റിവ്യൂ ചെയ്യാറുണ്ട്. ആ ലൈവിൽ എന്ത് നടക്കുന്നു അത് നമ്മൾ കൃത്യമായിട്ട് റിവ്യൂ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എപ്പിസോഡിൽ എന്ത് കാണിക്കുന്നു അതിൻ്റെ റിവ്യൂ നമ്മൾ കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. നമ്മൾ അവിടെ കാണുന്നത് ഒരാൾ നെഗറ്റീവ് കാണിക്കുമ്പോൾ ആ ആളെ പോസിറ്റീവ് ആക്കാനൊന്നും നമ്മളെ കിട്ടത്തില്ല. അങ്ങനെ ഉണ്ടായിരിക്കാം. നെഗറ്റീവ് കാണുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് കൊണ്ടുവരുന്ന ചാനലുകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ ആ കൂട്ടത്തിലല്ല. അങ്ങനെയുള്ളവർ പാവം പിടിച്ചവൻ്റെ ഈ ചാനൽ കണ്ടാൽ മതി. നമ്മൾ നേരെ ചൊവ്വേ റിവ്യൂ ചെയ്യാനേ തീരുമാനിച്ചിട്ടുള്ളൂ. നേരെ ചൊവ്വയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളിൽ എത്തിക്കാനേ നമ്മൾ 100% ശ്രമിക്കുന്നുള്ളൂ. പിന്നെ തെറ്റ് പറ്റിയാൽ നമ്മൾ തെറ്റാണ് എന്ന് സമ്മതിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു കുഴപ്പവുമില്ല. മനുഷ്യരാണ്, തെറ്റുകൾ പറ്റും. ഇപ്പം ഞാനിപ്പം 100% പെർഫെക്റ്റ് ആയ ആളൊന്നുമല്ല.
അപ്പം തെറ്റുകൾ അപ്പം എനിക്കത് തെറ്റാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഞാനത് തെറ്റാണെന്ന് സമ്മതിക്കുന്ന ആളുമാണ്. പക്ഷേ ഈ പറഞ്ഞതിൽ എനിക്ക് യാതൊരു തെറ്റും തോന്നിയിട്ടില്ല. ഞാനിത് അത്രയും നല്ല സോഴ്സിൽ നിന്നും വിശ്വാസമുള്ള സോഴ്സിൽ നിന്നും അറിഞ്ഞ കാര്യമാണ്. ഇങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. എന്നെ കൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ചെയ്യിച്ചതാണ്. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.